ഞാൻ വീഡിയോ ഇട്ടതിനെ തുടർന്ന് എൻ്റെ എക്സ് വൈഫ് പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഇവളെ ഒന്നും പറയരുത്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നമ്മുടെ വീട്ടുകാരെ ഒന്നും പറയില്ല. കാരണം എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല സൗന്ദര്യത്തിൽ എനിക്ക് എന്താണ് കുറവോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. സൗന്ദര്യത്തിൽ ഞാൻ അധികം സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ നിറം നോക്കിയല്ല ഞാൻ ആരോടും കൂട്ടുവിടുന്നേ അല്ലാതെ. ഇപ്പോൾ നമ്മൾ എനിക്ക് എന്താണ് കറുപ്പ് വെളുപ്പെന്നൊന്നും ഒരു വേർതിരിവും ഇല്ല. പക്ഷേ എന്നെക്കാളും സുന്ദരിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അവി വ്ളോഗ്സിലെ അവിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചില ആൾക്കാർ എനിക്ക് ഇൻബോക്സിൻ്റെ അകത്ത് കുറച്ച് മെസ്സേജ് അല്ലാതെ പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചെറുക്കൻ്റെ അവസ്ഥ അഥവാ അവിയുടെ അവസ്ഥ അതിദയനീയവും ഒരു വല്ലാത്തൊരു കഷ്ടകാലമാണ് പുള്ളിയുടെ ലൈഫ്. ഇത് അവിയുടെ സുഹൃത്തുക്കളോ കാണുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അവി ഇത് ലൈഫിൽ പലർക്കും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങളിത് കടന്നു പോകണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ചാൽ, പുള്ളി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഞാൻ വീഡിയോ ഇട്ടതിനെ തുടർന്ന് എൻ്റെ എക്സ് വൈഫ് പരാതി കൊടുത്തായിരുന്നു. ഈ ആക്ച്വലി എക്സ് വൈഫാണോ അതോ വൈഫാണോ? എക്സ് വൈഫ് എന്ന് പറയുമ്പോഴേക്കും ഇദ്ദേഹവും അവർ തമ്മിൽ വേർപിരിയണം എന്നുള്ള കാര്യം, അതാ ഡിവോഴ്സ് എന്നുള്ള സാധനം. അവരങ്ങനെ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എനിവേ, എന്തായാലും നിയമപരമായിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നുള്ളത്, എൻ്റെ ഒരു അറിവിൽ. ഇപ്പോൾ എനിവേ അദ്ദേഹം മനസ്സുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡിവോഴ്സിലേക്ക്. ഓക്കെ, ഞാനും അമ്മയും കൂടി സ്റ്റേഷനിൽ ഇന്ന് പോയി. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. അന്നും ഇന്നും എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പുതിയ യാത്രകളായി വരും. ഞാൻ ഞാൻ പറയാം, അത് വരണം. ഇനി ഞാനത് കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് പുള്ളി ഇച്ചിരി ഈ ഒരു കാരണത്താൽ മാനസികമായിട്ട് തളർന്ന് പുള്ളി മദ്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ദയവായി ആ ഒരു വഴി സ്വീകരിക്കരുത്. അത് ഇരുട്ടാണ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങളെ ഇരുട്ടിൽ നിർത്തി വെളിച്ചം തേടി പോയവർക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ഇരുട്ടത്ത് നിർത്തിയിട്ട് വെളിച്ചം തേടി പോയവർക്ക് അവർ പോയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്തുള്ള ഇരുട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഇരുട്ട് പോയിട്ട് നിങ്ങൾ ഇനി ഇരുട്ടത്ത് നിൽക്കരുത്. നിങ്ങൾ ഇനി പ്രകാശത്തേക്ക്, വെളിച്ചത്തിലേക്ക് ഇറങ്ങണം. അതാണ് എനിക്ക് ഒരു അനുജൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അന്നും ഇന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നു, നിൻ്റെ വീട്ടിലെ മിണ്ടാ പ്രാണികളും അച്ഛനും അമ്മയും ഉള്ള വീഡിയോ ഇട്ടാലും മതി തൽക്കാലം. ജീവിതം ഇനിയുമുണ്ട്, തളരാതെ മുന്നോട്ട്. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. പിന്നെ ഒരാൾ എനിക്ക് ഇവരുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാല ഒരു വീഡിയോ. ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് വിഷമം തോന്നുന്നൊരു വീഡിയോ എന്നാണ് പറഞ്ഞത്. അതൊന്ന് റിയാക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും ഞാൻ പറയത്തില്ല, ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ആരെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് പറയണമെങ്കിൽ ആ വീഡിയോക്കകത്ത് എന്തോ ഒരു സംതിങ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കാണാം. അതായത് ഇന്നലെ നമ്മളിട്ട വീഡിയോക്കകത്ത് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അത് ഇത് 5 വർഷത്തിന് മുമ്പ് ഇട്ട വീഡിയോ ആണ്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, സ്വാതിയെ ഒന്നും പറയരുത് എന്നാണ് ഈ വീഡിയോ. ഓക്കെ, സ്വാതിക്കെതിരെ സ്വാതി എന്നല്ല ഞാൻ അവളെ വിളിക്കുന്നത്, ചക്കര എന്നാണ് വിളിക്കുന്നത്. അവളെ അവരുടെ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചക്കര എന്നാണ്. അപ്പോൾ ചക്കര എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വാതി എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇത് ഫീൽ ചെയ്യുന്നു. അപ്പം അല്ലാതെ എപ്പോഴും എഡി ബോഡി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ കാണിക്കുമ്പോൾ എഡിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതായത് അത് മോശമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചക്കര എന്നാണ് വിളിക്കുന്നത്. അപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, ചക്കര എന്ന് തന്നെയാണ് അവിടെ പേര്. കുറേ വീഡിയോ ഇട്ടപ്പോഴേ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു. എന്താണ്, കുറച്ച് പേരൊക്കെ നിൻ്റെ സൗന്ദര്യത്തിന് ചേർന്നതല്ല, അങ്ങനെയാണ്, പിന്നെ കുരങ്ങിയാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. പിന്നെ അതായത് അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരുന്ന അപ്പോഴത്തെ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, അത് പണ്ടത്തെ കാര്യമാണ്. അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇട്ടതിന് ശേഷം ആ വീഡിയോയ്ക്കകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പണ്ടത്തെ ആ പാർട്ട്ണറെക്കുറിച്ച്, ചക്കര എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ പാർട്ട്ണറെക്കുറിച്ച് എന്താ പറയുക, കുരങ്ങിയെന്നും നിൻ്റെ അത്ര സൗന്ദര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ നിരന്തരം ആ കുട്ടിയെ കളിയാക്കുന്നത് കണ്ടിട്ട് വേദനയോട് കൂടിയിട്ട വീഡിയോ ആണ് ഇത്. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ് 5 വർഷത്തിന് മുമ്പ്. അവിടുത്തെ ആ കമൻറ്റ് ബോക്സിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന കമൻറ്റിൻ്റെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചെങ്കിലും മാന്യമായിട്ടുള്ള കമൻ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഒഴിവാക്കിയേനെ, പക്ഷേ ഇത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് ആ ഒരു സംഭവത്തിൽ പുള്ളിക്കാന്ന് വെച്ചാൽ. ഓക്കെ, ജസ്റ്റ് അവളെ വിളിച്ചുകൊണ്ട് വന്ന് വീഡിയോ എടുപ്പിച്ചാണ്.
അവളെ നിർത്തിക്കൊണ്ടൊരു കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. അതിനിപ്പോൾ ഫുള്ളായിട്ട് പറയാനൊന്നും സമയമില്ല. അപ്പോൾ ഇന്നലെ നമുക്ക് ബാഡ് കമൻറ്റ് വന്നായിരുന്നു. എന്താണ് എനിക്ക് പറ്റിയത് ആളല്ല, അതിൻ്റെ അത്രയും ഗ്ലാമർ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കമൻറ്റ് വന്ന്. ഒരുപാടെന്ന് വെച്ചാൽ 3-4 പേര് അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഇവളെ ഒന്നും പറയരുത്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നമ്മുടെ വീട്ടുകാരൊന്നും പറയില്ല. കാരണം എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല സൗന്ദര്യത്തിൽ എനിക്ക് എന്താണ് കുറവോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. സൗന്ദര്യത്തിൽ ഞാൻ അധികം സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ നിറം നോക്കിയല്ല ഞാൻ ആരോടും കൂട്ടുവിടുന്നേ അല്ലാതെ. ഇപ്പോൾ നമ്മൾ എനിക്ക് എന്താണ് കറുപ്പ് വെളുപ്പെന്നൊന്നും ഒരു വേർതിരിവുമില്ല. പക്ഷേ എന്നെക്കാളും സുന്ദരിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഈവൻ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ അഥവാ നമ്മുടെ ഈ അബി എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ആ ഒരു പാർട്ണറെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. 5 വർഷത്തിന് മുമ്പുള്ള ആ ഒരു പാർട്ണറെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇന്നത്തെ റിയാലിറ്റിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, ആരെയും നമ്മളൊന്നും പറയുന്നുമില്ല. പക്ഷേ അന്നത്തെ അബിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. ആ പയ്യൻ ഇപ്പം ഞാൻ എൻ്റെ ചാനലിലേക്ക് ഇവിടെ സംസാരിച്ചതിൻ്റെ അകത്ത് മെജോറിറ്റി വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്കൊരു ന്യായമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എപ്പോഴും ഊന്നി സംസാരിക്കാറുള്ളത്. അത് ചിലപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ അതിന് 2 ഡിസ്കഷൻ വരും. ഇവിടെ ഈ ഒരു വിഷയം മാറി നിൽക്കണമെന്ന് വിചാരിക്കാം. അബി എന്ന് പറയുന്ന പയ്യൻ തൻ്റെ പാർട്ണറെ നാട്ടിലാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അബി എന്നുള്ളൊരു പയ്യൻ എന്താണ് UAE പോലുള്ള ഒരു നാട്ടിലേക്ക് പോകുന്നു, അറബ് എമിറേറ്റ്സിലേക്ക് പോകുന്നു. അവിടെ ജോലിക്ക് പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ടും ഫോണൊന്നും എടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ണർ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വേറെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിനെ അവഗണിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വേറൊരു പെൺകുട്ടീൻ്റെ ഇടയ്ക്കുള്ളൊരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ പാർട്ണറായിട്ടുള്ള പെൺകുട്ടിയോട് പറയുന്നത്, മേലാൽ ഇതിനകത്ത് നിൻ്റെ ഭർത്താവൊക്കെ പണ്ട്, ഇതിപ്പം എൻ്റെ ആളാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ, അങ്ങനെ ആ ഒരു തരത്തിലേക്കുള്ള വർത്തമാനമൊക്കെ പറയുമ്പം എങ്ങനെയായിരിക്കും നമ്മൾ സമൂഹം എടുക്കുക? അതായത് ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിരുത്തൻ, ഇവൻ എത്രമാത്രം വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ് നമ്മൾ സമൂഹ മാധ്യമവും സോഷ്യൽ മീഡിയ എല്ലാവരും ഒന്നായിട്ട് ചേർന്നുകൊണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി അയാളെ കല്ലെറിയും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഇരട്ടത്താപ്പ്, സമൂഹത്തിൻ്റെ കണ്ണിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ചിലയിടത്ത് ചില കാര്യങ്ങൾ നോർമലൈസ് ചെയ്യും. എങ്കിലും പെൺകുട്ടികൾ ഇരയാവുന്നിടത്തെല്ലാം എല്ലാ പെൺകുട്ടികളും മോശക്കാരികളെന്ന് പറയുകയും ചെയ്യരുത്. ഞാൻ അതിനോട് ആര് പറഞ്ഞാലും യോജിക്കത്തില്ല. ബഹുഭൂരിപക്ഷം പെൺകുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് പറഞ്ഞ സത്യം തന്നെ. പക്ഷേ അതോടൊപ്പം തന്നെ ഇതുപോലെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ വീഴ്ച പറ്റുന്ന പുരുഷന്മാരുടെ കണ്ണുനീരും അവരെ ഒറ്റപ്പെടുത്തുന്ന, അവരുടെ ലൈഫിനെ ടോർച്ചർ ചെയ്യുന്ന, അവരുടെ ലൈഫിനെ മൊത്തം ടാർണിഷ് ചെയ്ത് നശിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഓക്കെ, ഇവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ണറെ വിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞേക്കുന്നതും അവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതും അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും അവർക്ക് ആ കുട്ടിക്കെതിരെ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് നെഞ്ചും വിരിച്ച് അവർക്ക് വേണ്ടി നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്താണ് ഞാനൊരു കളറിൽ ഒന്നിലും വിശ്വസിക്കുന്ന ആളല്ല. നല്ലൊരു മനസ്സുണ്ടായാൽ മതി, അതെന്തായാലും ഒക്കെ ഉണ്ട്, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവളെ ഇപ്പം പഠിപ്പിക്കുന്നത് തന്നെ ഞാനാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ പുറകിൽ ഒരുപാട് കഥയുണ്ട്. ഇത് നിങ്ങൾ അറിയാത്ത കുറേ കഥകളുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു വീഡിയോ കൊണ്ടൊന്നും നിൽക്കില്ലെന്നേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇവളെ ഒന്നും പറയാതിരിക്കുക. ഒരാളെ അവരുടെ കളറോ അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യമോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നില്ല, ആൾ സുന്ദരിയല്ലേ? അതെ, സുന്ദരിയാണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവർക്ക് ഇനി ക്ലാസ് ഉണ്ട്, അപ്പോൾ ക്ലാസ്സിന് പോട്ടെ. അവൾ കുഴപ്പമില്ലാതെ, അതായത് നല്ലപോലെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആയാലും അവളെ പഠിപ്പിച്ചിരിക്കും. അപ്പം എനിക്ക് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഡിയോയുടെ കാര്യങ്ങളൊക്കെയാണ്. അത് ഇവള് പോയിക്കോട്ടെ, ഇനിയും കുഴപ്പമില്ല. ഞാൻ ഡിയോയുടെ കാര്യങ്ങളും അതേപോലെ ഡിയോയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, ഡിയോയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക്. ഓക്കെ, അന്നത്തെ കമൻറ്റ് ബോക്സിൽ അന്നത്തെ കമൻറ്റ് ഏതാണ്ട് പഴയ അവൾ പാവത്തിനെ വഞ്ചിച്ചു, അവളെ പഠിപ്പിക്കുന്നത് നീയാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി അവിനാശ്. ഇത് 5 വർഷത്തിന് മുമ്പിട്ട ആൾക്കാരുടെ കമൻറ്റാണ്. വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പ്രേമിക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് നീ, ചക്കരയും മുത്തും ആണ് നിങ്ങൾ. സ്വാതി ഫാൻ ഇവിടെ ലൈക്ക് അടിക്കുക. ചേച്ചി ക്യൂട്ടാണല്ലോ, എന്താ കുഴപ്പം, ചേച്ചി വിഷമിക്കണ്ട. ജീവനോളം സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കരുതലോടെ തോൾ ചേർത്ത് വയ്ക്കുന്ന മുത്തേ, പ്രണയിക്കുന്നവർക്ക് നീ ഒരു മാതൃകയാടാ മോനെ, നീയാണ് ആൺകുട്ടി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അന്നത്തെ കമൻറ്റുകളാണ് കേട്ടോ. പറയുന്നവർ എന്ത് വേണം പറയട്ടെ ബ്രോ, അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് പാവം അവിക്കുട്ടൻ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് കമൻറ്റ്. പഠിപ്പിച്ചു, വീട് വെച്ച് കൊടുത്തു, മനുഷ്യക്കോലമാക്കി, മോഡേണാക്കി, എന്നിട്ട് അവൾ നല്ല പണി തന്നെയല്ലേ മോനെ. അവൾ മോനെ, നല്ല മനസ്സുള്ള നിന്നെ അവൾ ഡിസർവ് ചെയ്യുന്നില്ല. ഇനി സ്വന്തം കാര്യം നോക്കുക, വീടൊക്കെ വയ്ക്കുക, അവൾ ദ ബെസ്റ്റ്. അന്ന് പലരും പറഞ്ഞ കമൻറ്റ് ഇപ്പോൾ നിൻ്റെ ജീവിതം സത്യമായി വന്നു അല്ലേ.
പഴയ അവൾ എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിവേ നമുക്ക് ഇത് ഇറ്റ് വിൽ ഹാപ്പൻ. ഇത് നമുക്ക് ആരുടെ ലൈഫിലും ഇതൊക്കെ സംഭവിച്ചേക്കാം. എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട ഈ പ്രണയം, കല്യാണം അതിലേക്കൊന്നും എത്താത്ത നിങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ പ്രണയമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആക്ച്വലി എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ഒരു ബന്ധം, നിങ്ങളിപ്പോൾ പ്രണയമായിക്കോട്ടെ മറ്റൊന്ന് ബന്ധമായിക്കോട്ടെ, ആ ബന്ധത്തിനോട് നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അവർ നിങ്ങൾക്കൊരു ഭാരമാണ്. പ്രണയത്തിലാണ് ഭാരമാണ്, പാർട്ട്ണറായിട്ട് നിൽക്കുമ്പോൾ ഭാരമാണ്, എന്താണെങ്കിലും ഭാരമാണെങ്കിൽ നിങ്ങൾ മാന്യമായി ലോയലായിട്ട് അവരോട് പറയുക, നമുക്ക് പിരിയാം, നമുക്ക് രണ്ടായിട്ട് മാറാം, കാരണം എനിക്ക് താങ്കളോട് പറ്റത്തില്ല, കാരണം ഇത് മാനസികമായിട്ട് ശാരീരികമായിട്ട് എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ആ ബന്ധത്തിൽ നിന്നും മാന്യമായി രണ്ടുപേർക്ക് രണ്ട് വഴിക്ക് പോകാം. അതർവൈസ് സഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പം കുറച്ച് നാളിന് മുമ്പ് ഒരു കപ്പിളിനെ കുറിച്ച് ഞാൻ സംസാരിച്ചതാണ്. അപ്പം ഇതുപോലെയാണ്. നിയർലി ആ ഒരു സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റിൻ്റെ ആ ഒരു പരിധിയിലേക്ക് വരെ, ആ ഡിപ്രഷൻ്റെ ആ ഒരു എൻഡിലേക്ക് വരെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് തകർത്ത് തരിപ്പണമാക്കി ലൈഫുകൾ ഞാൻ ഈ വീഡിയോസിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്നൊക്കെ പറയുമ്പോഴല്ലോ, അത് പറയുന്ന സമയത്ത് ഒരു വിങ്ങൽ എനിക്കും വരും. ഇതിപ്പോൾ ഈ ഒരു അവിയുടെ ഈ ഒരു വീഡിയോ, പഴയ വീഡിയോ എടുത്ത് വെച്ച് കാണുന്ന സമയത്ത് എനിക്ക് ആ വിങ്ങുന്നുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ അത് എനിക്ക് എങ്ങനെ ഇമോഷണലി എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാനത് ഇമോഷണലി പറഞ്ഞ് ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്കത് ഇമോഷൻ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ വരത്തില്ല. അത്രമാത്രം എനിക്കൊരു വിങ്ങുന്നുണ്ട്. ആ പയ്യൻ മാത്രം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് എല്ലാം എന്നിട്ട് വീട്ടിൽ കൊണ്ട് നിർത്തി, അതിനുശേഷം വിവാഹം കഴിച്ച് എല്ലാം സ്വന്തമാക്കി, അതിനെ കുറ്റം പറയുന്ന നടത്തുന്നെല്ലാം ഒരു തള്ളക്കോഴി, ഒരു കോഴിക്കുഞ്ഞിനെ കൊണ്ട് നടക്കുമ്പോൾ എല്ലായിടത്തും കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അവസാനം ഒരു സുപ്രഭാതത്തിൽ തനിക്ക് മേൽ വളർന്നു നിന്ന ആ ഒരു സംഭവം, ആ വീട് തന്നെ വിഴുങ്ങി എന്ന് പറയുന്നത് പോലെ അവസാനം ആ പയ്യനിന്ന്, ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ അവനിന്ന് ബാറുകളിലും മറ്റും അവിടെയൊക്കെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ മാറുന്നു. ചില സിനിമകളിലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ പാട്ടുണ്ടല്ലോ, ശൂന്യവേദികയിൽ കണ്ടു നിന്നിഴൽ ചന്തം, കരയായി മാറി സ്നേഹ സാമ്രാജ്യം, ഏകയായി നീ പോയതെവിടെ, ഓർമ്മ പോലും മാഞ്ഞു പോകുവതെന്തേ. ഓർമ്മ പോലും മാഞ്ഞു പോകുന്ന തരത്തിൽ ഭ്രാന്തിൻ്റെ, ഉന്മാദത്തിൻ്റെ തീക്ഷ്ണമായൊരവസ്ഥയിൽ നിങ്ങളും പോയി വീഴാതിരിക്കാൻ, അറ്റ്ലീസ്റ്റ് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തി അങ്ങനെ വീഴ്ത്താതിരിക്കാൻ സ്വയം തിരിച്ചറിയുക. നമുക്ക് പറ്റത്തില്ല, ഇയാളോട് ഇപ്പോൾ ജീവിക്കാൻ പറ്റത്തില്ല, നമ്മൾ തന്നെ തിരിച്ചറിയുക. നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു കാരണത്താൽ അയാൾ മാനസിക നില തകർന്നേക്കാം. പക്ഷേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, എടാ നമുക്ക് പറ്റത്തില്ലടാ, നമുക്കത് പറ്റത്തില്ലാത്ത രീതിയിലേക്ക് എനിക്ക് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാതെ നമ്മളെല്ലാം തരത്തിലും നമ്മളെ ഉയർത്തി എല്ലാം വലുതാക്കി നമ്മളെ എല്ലാ കഷ്ടപ്പാടിലെ സമയത്ത് നമ്മുടെ കൂടെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തിയെ നമ്മളെടുത്ത് കളയുമ്പോൾ ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റണമെന്നുള്ള, അയാൾക്ക് അതിനുള്ള ശക്തിയുണ്ടോ, അയാളുടെ മനസ്സിന് അത്രത്തോളം ശക്തി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കണം. കർമ്മ എന്നുള്ളൊരു സാധനം ഇല്ലെന്നോ ഉണ്ടെന്നോ ഒക്കെ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു സ്റ്റിൽ, കാരണം ഞാൻ വളരെയധികം സയൻസിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ കർമ്മ സയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും കർമ്മ ഈസ് നത്തിങ്. ബട്ട് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള ലെവലിൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കർമ്മ ഈസ് ദെയർ. അവിടെ ആ ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഒരാളുടെ തീഷ്ണത അയാളുടെ ലൈഫിനെ അത്രയും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ ലൈഫിൻ്റെ കൂടെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ കടന്നു കളഞ്ഞ് അയാളെ നശിപ്പിച്ച് നാമാവശേഷമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു അവസ്ഥ സൃഷ്ടിച്ചേക്കാം. അങ്ങനെ സൃഷ്ടിക്കണമെന്നോ അങ്ങനെ ആര് നശിക്കണമെന്നോ ഞാൻ പറയുന്നതല്ല. ബട്ട് ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചിലരുടെയൊക്കെ ലൈഫുകളുടെ അകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പയ്യനെ അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും റീയൂണിയൻ ചെയ്ത് റീയുണൈറ്റഡ് ആയിട്ട് അവന് നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത്, നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നല്ല കൗൺസിലിംഗ് കൊടുത്ത് മെൻ്റലി സ്ട്രെങ്തൺ ആക്കി മാറ്റിയിട്ട് ഇമോഷൻസിൽ നിന്ന് മാറി നിന്ന് വീണ്ടും നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല. കഴിവുള്ളവനാണ്. യൂട്യൂബിൻ്റെ അകത്തൊക്കെ നല്ല വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് വരാൻ കഴിവുള്ളവനാണ്. അങ്ങനെ മുന്നോട്ട് വരണം. നീ ജീവിച്ച് കാണിക്കണം. നിനക്കും ഒരു ജീവിതം ഇനി ഒരുപാടുണ്ട്. നിനക്ക് ഒരു പാർട്ണർ വരും, നിന്നെ അറിയുന്ന ഒരാൾ വരും. ഓക്കെ, അതുകൊണ്ട് നീ ലൈഫ് നമ്മുടെ ഇന്നലകളിലേക്ക് അങ്ങനെ ചടഞ്ഞു കൂടി കിടന്ന് അത് മാത്രം, ആ വേദന മാത്രം ഇങ്ങനെ പേര് നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമില്ലാതായിപ്പോകും. പിന്നെ നമ്മൾ പോകുന്നത് വേറെ വഴികളായിരിക്കും. ആ വഴികളൊന്നും തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു എൻഡൊന്നുമല്ല ലൈഫ്, ഇനിയും ഉണ്ട് മുന്നോട്ട് പോകാൻ.
അത് ഈ കാണുന്ന മറ്റുള്ളവരോടും കൂടെ ഞാൻ പറയുകയാണ്. ചിലയിടത്തൊക്കെ നമുക്ക് ചില വ്യക്തികൾ നമ്മളെ വിട്ടു പോകുമ്പോൾ ആ വേദനയുടെ ഒരു വല്ലാത്തൊരു ആഴം കാരണം നമുക്ക് ജീവിക്കേണ്ടെന്ന് തോന്നും. പക്ഷെ അങ്ങനെയാണെങ്കിലും അത് കടന്നു പോകുമെന്ന് ചിന്തിക്കണം. അത് കടന്നു പോയതിന് ശേഷം ആ സമയത്ത് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനത്തിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാട്ടി ചില പെട്ടെന്ന് മുമ്പിൽ വരും. കാരണം നിങ്ങളുടെ വേദനയുടെ തീട ആ കത്തൽ അത്രമാത്രമായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. സോ ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം തരാൻ അടുത്തൊരു വീഡിയോ ഉണ്ട്. ഗൈസ് ബൈ.